നമസ്കാരം. സിനിമാ സീരിയൽ താരം താരാ കല്യാണിന്റെ ശബ്ദവുമായി ബന്ധപ്പെട്ട ചില വാർത്തകൾ ഇതിനോടകം തന്നെ ചർച്ചകളായിരുന്നു. ഇപ്പോഴിതാ താരാ കല്യാണിന്റെ ശബ്ദം പൂർണ്ണമായി നഷ്ടപ്പെട്ടതായി അറിയിച്ചിരിക്കുകയാണ് മകളും നർത്തകിയും യൂട്യൂബറുമായ സൗഭാഗ്യ വെങ്കടേഷ്. താരാ കല്യാണും മകൾ സൗഭാഗ്യ വെങ്കടേഷും കുടുംബവും സമൂഹ മാധ്യമങ്ങളിൽ സജീവമാണ്. ഇരുവരുടെയും ജീവിതവുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ വീഡിയോകളും യൂട്യൂബിലും പങ്കുവയ്ക്കാറുണ്ട്. അത് വളരെയേറെ ശ്രദ്ധിക്കപ്പെടാറുമുണ്ട്. മുൻപ് താരാ കല്യാണിന് തൈറോയിഡിനുള്ള ശസ്ത്രക്രിയ നടത്തിയിരുന്നു. ആ വീഡിയോയും വളരെ ചർച്ചയായിരുന്നു. ഇത് ശബ്ദത്തെ ബാധിച്ചതിനെ സംബന്ധിച്ചുള്ള വീഡിയോയും മുൻപ് പങ്കുവച്ചിട്ടുണ്ട്. എന്നാൽ ഇപ്പോഴിതാ താരാ കല്യാണിന് ശബ്ദം പൂർണ്ണമായും നഷ്ടപ്പെട്ട അവസ്ഥയിലാണ് ഉള്ളതെന്നാണ് റിപ്പോർട്ടുകൾ. ഇതിനെക്കുറിച്ചുള്ള വീഡിയോയും യൂട്യൂബിൽ പങ്കുവച്ചിരിക്കുകയാണ് സൗഭാഗ്യ വെങ്കടേഷ്. താരാ കല്യാണിന് വേണ്ടി മകൾ സൗഭാഗ്യ തന്നെയാണ് വീഡിയോയിൽ സംസാരിച്ചത്. അമ്മയുടെ രോഗാവസ്ഥയെക്കുറിച്ചും ചികിത്സാ രീതിയെക്കുറിച്ചുമാണ് വീഡിയോയിൽ പറയുന്നത്. താരാ കല്യാണിന്റെ യൂട്യൂബ് ചാനലിലാണ് ഈ വീഡിയോ പങ്കുവച്ചിരിക്കുന്നത്. അമ്മയുടെ ശബ്ദത്തിന് കുറെ കാലങ്ങളായി പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അത് ഗോയിറ്ററിന്റെ വളർച്ചയോ അല്ലെങ്കിൽ ചെറുപ്പം മുതലേ ഡാൻസ് ടീച്ചറായി പാടുന്നതിന്റെ പ്രശ്നമോ ആയിരിക്കും എന്നൊക്കെയാണ് ഞങ്ങൾ കരുതിയത്. ഇതിനായി പല ചികിത്സകളും നടത്തിയെങ്കിലും ഒന്നിലും ഫലം കണ്ടെത്തിയിരുന്നില്ല. കഴിഞ്ഞ വർഷം അമ്മയ്ക്ക് തൈറോയിഡിന്റെ സർജറി ഉണ്ടായിരുന്നു. പക്ഷേ ശബ്ദത്തിനൊന്നും യാതൊരു മാറ്റവും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ശരിക്കും അമ്മയുടെ ശബ്ദത്തിന്റെ പ്രശ്നം എന്താണെന്ന് കണ്ടെത്തിയിരിക്കുകയാണ്. സ്പാസ്മോഡിക് ഡിസ്ഫോണിയ എന്ന രോഗമാണ് അമ്മയ്ക്ക് ബാധിച്ചത്. തലച്ചോറിൽ നിന്ന് വോക്കൽ കോഡിലേക്ക് നൽകുന്ന നിർദ്ദേശം അബ്നോർമൽ ആകുന്ന ഒരു അവസ്ഥയാണിത്. 3 തരത്തിലാണ് ഈ അവസ്ഥ ഉള്ളത്. ഇതിൽ അഡക്ടർ എന്ന സ്റ്റേജിലാണ് അമ്മയുള്ളത്. തൊണ്ടയിൽ ആരോ മുറുകെ പിടിച്ചിരിക്കുന്നത് പോലെ തോന്നും. എന്തുകൊണ്ടാണ് ഈ രോഗം വരുന്നതെന്ന് ഇതുവരെയും കണ്ടുപിടിച്ചിട്ടില്ല. അതിനാൽ തന്നെ ഇതിന് കൃത്യമായൊരു മരുന്നുമില്ല. ബോട്ടോക്സ് ആയിരുന്നു ഈ രോഗാവസ്ഥയിൽ നിന്നും രക്ഷപ്പെടാനുള്ള ഏക മാർഗം. അത് ചെയ്ത സമയത്തായിരുന്നു അമ്മുമ്മ മരിച്ചത്. അമ്മുമ്മയുടെ മരണത്തോടെ വിശ്രമിക്കാനോ കെയർ ചെയ്യാനോ കഴിഞ്ഞില്ല. മരണമറിഞ്ഞു വന്നവരോട് സംസാരിക്കാതിരിക്കാൻ പറ്റില്ലായിരുന്നു. വീണ്ടും സ്ട്രെയിൻ ചെയ്ത് സംസാരിച്ചതോടെ വീണ്ടും വയ്യാതായി. പിന്നീടുള്ള വഴി സർജറി മാത്രമായിരുന്നു. ഇപ്പോൾ സർജറി കഴിഞ്ഞിരിക്കുകയാണ്. 3 ആഴ്ച കഴിഞ്ഞാൽ അമ്മയ്ക്ക് ശബ്ദം തിരികെ കിട്ടുമെന്നാണ് പ്രതീക്ഷ. പക്ഷേ ശബ്ദം തിരിച്ചു കിട്ടിയാലും ചെറിയ വ്യത്യാസമുണ്ടാകും. കൂടാതെ പാട്ട് പാടാനൊന്നും സാധിക്കില്ല. അമ്മയ്ക്ക് മാത്രമല്ല, കേരളത്തിൽ ഒരുപാട് പേർക്ക് ഈ രോഗം വന്നിട്ടുണ്ട്. ജീവന് ഭീഷണിയുള്ള രോഗമല്ല ഇത്. പക്ഷേ കുറച്ച് പെയിൻഫുൾ ആണ്. സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ആൾക്ക് പെട്ടെന്ന് അതിന് കഴിയാതെ വരുമ്പോഴാണ് ബുദ്ധിമുട്ടുണ്ടാകുന്നത്, സൗഭാഗ്യ പറയുന്നു. സൗഭാഗ്യയും അമ്മയും അമ്മുമ്മയും എപ്പോഴും വീഡിയോകളിൽ നിറഞ്ഞു നിന്നിരുന്നവരാണ്. അമ്മുമ്മയുടെ മരണത്തിനു പിന്നാലെ താരാ കല്യാണിനുണ്ടായ ബുദ്ധിമുട്ടും പ്രേക്ഷകരെയും സങ്കടത്തിലാഴ്ത്തിയിരിക്കുകയാണ്. സൗഭാഗ്യയുടെ വീഡിയോകൾ സ്വന്തം വീട്ടിലെ കുട്ടിയെ പോലെയാണ് പ്രേക്ഷകർ ഏറ്റെടുത്തിരിക്കുന്നത്. സൗഭാഗ്യയുടെ മകൾ സുദർശനയ്ക്കും ആരാധകർ ഏറെയാണ്.